സർജറി ചെയ്ത് ഞാൻ പൂർണ്ണമായിട്ടും ഒരു സ്ത്രീയായി മാറി എന്ന് പറഞ്ഞ് കേട്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി, സത്യം പറഞ്ഞാൽ. കാരണം ഒരുപാട് പേര് അവനെ കളിയാക്കുന്നുണ്ട്. അപ്പം ഇപ്പം എന്തുകൊണ്ടും ഇനിയിപ്പം അങ്ങനെ ആരും കളിയാക്കൂലല്ലോ എന്നുള്ളതിൽ പിന്നെയാണ് മനസ്സിലായത് അത് ചെസ്റ്റിൻ്റെ സർജറിയാണ്, ഡൗൺ സർജറി അല്ല എന്നുള്ളത്. എന്തിനാണ് വെറുതെ കള്ളം പറഞ്ഞിങ്ങനെ ഫെയിം വാങ്ങുന്നത്? ഓൾറെഡി പല കള്ളങ്ങൾ പറഞ്ഞ് നിങ്ങൾ ഫെയിമായി കഴിഞ്ഞു. ഇനിയെങ്കിലും നല്ല നല്ല വീഡിയോസ് ചെയ്യും. അതായത് നല്ല റൊമാൻറ്റിക്, നിങ്ങൾ കപ്പിൾസ് ആണല്ലോ, അപ്പം നല്ല റൊമാൻറ്റിക് ആയിട്ടുള്ള വീഡിയോസ് ഉണ്ട്, ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോസ്, പലയിടങ്ങളിൽ പോയിട്ട് ചെയ്യുന്ന വീഡിയോസ്, അങ്ങനെ ഒരുപാട് നിങ്ങളെപ്പോലെ ഇത് കപ്പിൾസായിട്ടുള്ള ആൾക്കാർ ഒരുപാട് നല്ല നല്ല വീഡിയോസ് ചെയ്ത് അവർക്കൊന്നും ഒരു ബാഡ് കമൻറ്റ് വരുന്നത് പോലും ഞാൻ കണ്ടിട്ടില്ല. കാരണം നിങ്ങൾ വാ തുറന്ന കള്ളമാണ് പറയുന്നത്. അപ്പോൾ ഈ കള്ളത്തരം പറയുന്നത് നിർത്ത്. ഇനിയെങ്കിലും നല്ല രീതിയിൽ വീഡിയോസ് ചെയ്യും. ആ വ്യക്തിയുടെ പേര് പറയാൻ പേടിച്ചിട്ടൊന്നുമല്ല, എനിക്ക് വെറുപ്പായിപ്പോയി. അതുകൊണ്ടാണ് വ്യക്തിയുടെ അവർക്ക് വേണ്ടത് എന്താണ്, അവരുടെ പേരെടുത്ത് പറഞ്ഞ് അല്ലെങ്കിൽ അവരുടെ വീഡിയോസോ ഫോട്ടോസോ നമ്മുടെ വീഡിയോസിൽ അറ്റാച്ച് ചെയ്ത് അവരെ ട്രോളുക. അതാണ് അവർക്ക് മെയിൻ വേണ്ടത്. അത് ഞാൻ ചെയ്യൂല. അവരുടെ പേരും പറയൂല. എന്തായാലും ഈ വീഡിയോ കാണുന്നവർക്ക് അറിയാം ഞാൻ ആരെക്കുറിച്ചാണ് പറയുന്നത്. അവരുടെ പേരും പറയൂല, അവരുടെ ഫോട്ടോസ് വീഡിയോസും ഞാൻ അറ്റാച്ചും ചെയ്യൂല. കാരണം അത്രയ്ക്ക് വെറുത്ത് പോയി, അറപ്പായിപ്പോയി. കാരണം എന്തിനാണ് വെറുതെ ഇത് കള്ളം പറഞ്ഞിട്ട് ഇങ്ങനെ ഫെയിം ആവുന്നതെന്ന് എനിക്ക് എത്ര ആലോചന എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് ക്യാഷ് കിട്ടും, നിങ്ങൾ ആകെയുള്ള ഒരു വരുമാനം എന്ന് പറയുന്നത് ഇപ്പോൾ അതാണ്. ഓക്കെ, ദുബായിൽ എനിക്ക് അതുണ്ട് ഇതുണ്ടെന്ന് പറഞ്ഞാൽ അതും കള്ളമാണെന്ന് എല്ലാവർക്കും അറിയാം, എനിക്കും അറിയാം, എല്ലാവർക്കും അറിയാം. അപ്പം നിങ്ങൾക്ക് ആകെ കിട്ടുന്നത് ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന കുറച്ച് ക്യാഷ് കൊണ്ടാണ് നിങ്ങൾ ജീവിച്ചു പോകുന്നതെന്ന് അറിയാം. ഓക്കെ, അത് നിങ്ങളുടെ കാര്യം. പക്ഷെ എന്തിനാ കള്ളം പറഞ്ഞ് നിങ്ങൾ ഫെയിം വാങ്ങുന്നത്? കള്ളം പറഞ്ഞ് എന്തിനാണ് ക്യാഷ് ഉണ്ടാക്കുന്നത്? കള്ളം പറഞ്ഞ് എന്തിനാണ് വ്യൂസ് ലൈക്ക് ഉണ്ടാക്കുന്നത്? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇനിയെങ്കിലും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ നോക്ക്. ഈ കള്ളത്തരം പറഞ്ഞ് വെറുതെ ആൾക്കാരെ പറ്റിക്കല്ലേ. ഓക്കെ, അവർക്ക് മെയിൻ വേണ്ടത് മറ്റുള്ള അവരെ ട്രോളുക. ഓക്കെ, ഇപ്പോൾ ഒരുപാട് പേര് ട്രോളുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ വീഡിയോ ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല. കാരണം നമുക്ക് അറിയാവുന്ന ഒരാളും കൂടെ ആയതുകൊണ്ട് പേഴ്സണലി ചോദിക്കാനടുത്ത് എൻ്റെ അടുത്ത് നമ്പർ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, പിന്നെ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ഫ്രണ്ട് ഇതൊന്നുമല്ല. എനിക്ക് തോന്നുന്നു ടിക്ടോക്കിൽ ഞാൻ ഫ്രണ്ടാന്ന് തോന്നുന്നു. ഇപ്പോൾ ഞാനിപ്പോൾ എന്തെങ്കിലും പേഴ്സണലി ചോദിച്ചാലും എനിക്കെതിരെ ഇവർ ഭയങ്കര മോശമായിട്ടാണ് സംസാരിക്കുക. മുമ്പും പല കാര്യങ്ങൾ ഞാൻ പേഴ്സണലി ചോദിച്ചിട്ട് എനിക്ക് മോശമായിട്ടുള്ള അനുഭവം ഉള്ളത് കൊണ്ട് ഞാൻ പേഴ്സണലി ചോദിച്ചിട്ടില്ല. പബ്ലിക്കായിട്ട് കണ്ടതുകൊണ്ട് പബ്ലിക്കായിട്ട് പറഞ്ഞു. കാരണം അവർ കള്ളം പറഞ്ഞ് ഫെയിം വാങ്ങുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്കെതിരെ നമ്മൾ പ്രതികരിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല, അവരുടെ കാര്യത്തിൽ ഇടപെടുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇനിയെങ്കിലും നല്ല രീതിയിൽ ജീവിക്കാൻ നോക്ക്. ഓക്കെ, ഇതുവരെ നിങ്ങൾ ജീവിച്ചത് കള്ളത്തരത്തിലൂടെയാണെന്ന് എല്ലാവർക്കും അറിയാം. വളരെ കുറച്ച് പേര് മാത്രം ചിലപ്പോൾ നിങ്ങളെ കൂടെ ഉണ്ടാവണമല്ലോ. കാരണം നിങ്ങളെപ്പോലുള്ള ആൾക്കാരുണ്ടാവില്ല. അങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ നിങ്ങളെ കൂടെ ഉണ്ടാവും. പക്ഷേ ഒരു ട്രാൻസ്ജെൻഡർ പോലും ഒറ്റൊരാൾ പോലും ഇവരെ കൂടെ ഇല്ല. കാരണം എന്തെന്നറിയാവോ? അത്രയ്ക്ക് കയ്യിലിരിപ്പ് മോശമാണ് ഇവരുടെ കയ്യിലിരിപ്പ്, അത്രയ്ക്കും. കാരണം എല്ലാവരോടും കള്ളത്തരം പറയും. എന്ത് വാ തുറന്ന കള്ളത്തരം മാത്രമേ പറയുള്ളൂ. അപ്പോൾ പിന്നെ ആൾക്കാർ കൂടെ നിർത്തൂല. അപ്പോൾ ഇനിയെങ്കിലും നല്ല രീതിയിൽ വീഡിയോസ് ചെയ്യും. നല്ല രീതിയിൽ വീഡിയോസ് ചെയ്യുന്നതോടൊപ്പം സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയും. സത്യസന്ധമായിട്ട് ജീവിക്കാൻ നോക്ക്, സത്യസന്ധമായിട്ട് പറയാൻ നോക്ക്. ഓക്കെ.